പുളിയില അട ഉണ്ടാക്കാനായിട്ട് നമ്മൾ വാഴയില വെട്ടാൻ പോവാണ്. 1 കിലോമീറ്റർ നടന്നു വാഴയില വെട്ടാനായിട്ട് അല്ലേ. വലിയൊരു ഇഞ്ചക്കാട്ട് പാത്രം വെച്ച് നമ്മൾ അടച്ചു വെക്കാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഐ ആം ദിവ്യ ബ്രിൻഡോ ആൻഡ് ഐ ആം ഗ്രേസി തങ്കച്ചൻ. അപ്പൊ ഇന്ന് എന്നാ പരിപാടി? നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാം. അതെ, എന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ഇന്നത്തെ സ്പെഷ്യൽ എന്താ? ഇന്നത്തെ സ്പെഷ്യല് എൻ്റെ മദറില്ലോ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ വിഭവം. അവിടെ ഡാഡിക്കും ഡാഡിയുടെ ഫാദറിനും ഡാഡിയുടെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം. അപ്പൊ ഓരോ മദർ ഇൻ ലോസ് വഴി ഇങ്ങനെ കൈമാറി പോയ ഇപ്പൊ എനിക്ക് കിട്ടുന്നു അല്ലേ? പുളിയില ചുട്ടത്. ഓക്കെ, മമ്മിയുടെ പുളിയില ചുട്ടതൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പൊ വളരെ റെയർ ആയിട്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ് മമ്മിയുടെ. അപ്പൊ ഇതിലേക്ക് എന്തൊക്കെയാ അമ്മി വേണ്ടേ? ഇതിലേക്ക് വേണ്ടത് ആദ്യമേ വാളം പുളിയുടെ കുരുന്നില. വാളം പുളിയുടെ കുരുന്നില അതൊക്കെ കിട്ടി. ഇതൊക്കെ പറിക്കുന്ന ഷൂട്ട് ഇത് എടുക്കണം എന്ന് ഞാൻ ഓർത്താ, പക്ഷെ അതിന് മുന്നേ പറിച്ചു കഴിഞ്ഞു. ഇത് പിന്നെ കാന്താരിമുളക്, കാന്താരി വേണേൽ കുറച്ചുകൂടെയൊക്കെ എടുക്കാം. അന്നേരം ഇവിടെ ഒത്തിരി എരിവ് കൂട്ടില്ല. അതെ, അതുകൊണ്ട് കുറച്ച് കാന്താരി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, എല്ലാം ഉപ്പ്. ഇത് പുളിയിലയും പിന്നെ തേങ്ങയും കൂടെ കൂട്ടി മിക്സിയിൽ അരയ്ക്കണം. എന്നിട്ട് മീനുമായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് പൊത്തി വെക്കണം. അത് കഴിഞ്ഞിട്ട് വാഴയിലയിൽ ചുടണം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പൊ ഇതിനകത്ത് എന്റെ റോൾ എന്താ നിങ്ങളുടെ മമ്മി ഒന്ന് പറഞ്ഞതാ. എനിക്ക് എന്തെങ്കിലും പണി വേണം, എനിക്ക് പണിയെടുത്താൽ പറ്റും. മമ്മി ഓൾറെഡി നമുക്കൊരു ചാൻസ് തരുന്നില്ല കേട്ടോ. എല്ലാം പൊളിച്ച് എല്ലാം സെറ്റ് ആക്കി. അല്ല, വലിയ പണി ഇല്ലായിരുന്നല്ലോ. ഇന്നലെ മറ്റേ കുരുന്നൊക്കെ നുള്ളി എല്ലാം റെഡിയാക്കി ഡാഡി എടുത്തോണ്ട് പോന്നല്ലേ? ഡാഡിയുടെ ചേട്ടൻ സണ്ണിയങ്ങൾ കൊണ്ടുതന്നു. ഇനി ബാക്കി എന്താ? ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ നമ്മൾ സെറ്റ് ആക്കി. ഇനി അടുത്തത് ഇതെല്ലാം കൂടെ അരക്കണം. അപ്പൊ ഇതിന് ഈ കൊഴുവമീൻ മാത്രമേ അമ്മ എടുക്കത്തുള്ളൂ, വേറെ മീനൊക്കെ എടുക്കത്തില്ല? എടുക്കും. ചെറിയ മത്തി കൊണ്ടൊക്കെ ഉണ്ടാക്കും. അതെ അല്ലെ, ചെറിയ മത്തി, കൊഴുവ, കുഞ്ഞു മീനായിരിക്കും. കുഞ്ഞു മീനും കൂടെ. പക്ഷെ എനിക്കിഷ്ടം ഈ ഒഴുക. അല്ല, മത്തി കൊണ്ടാക്കിയാൽ നല്ലതാന്നാ കേട്ടോ പറയണ കേട്ടോ. ഞാൻ പക്ഷെ ഇത് കൊണ്ടാണ് ഉണ്ടാക്കണം. പണി തുടങ്ങിയാലോ? ഇത് എന്തോരം ഇല ഉണ്ടാവും? 1 കിലോ ഒഴുകി ഇത്ര ഇല വേണോ? ഏകദേശം ഒരു കണക്ക് കണ്ട് എടുക്കുമല്ലേ? 2-3 പിടി അല്ലേ? 2-3 പിടി ഉണ്ട്. എല്ലാം കൂട്ടിയിട്ട് എനിക്ക് സത്യം പറയാം ഇതിന്റെ പുളി അരച്ചത്, പുളിയുള്ള ഭാഗം മാത്രം തിന്നാനാ ഇഷ്ടം. അതല്ലേ, നമുക്ക് അരകല്ല അരച്ചാലോ ഒരു സ്റ്റൈലിന്? അയ്യോ, അരകല്ല മകളെ. അരകല്ലൊക്കെ 2-3 കിലോ ഉണ്ട് കേട്ടോ അതിന്റെ പിള്ളക്കല്ല് തന്നെ. അല്ല, ശരിക്കും പറഞ്ഞ അരകല്ലയിലൊക്കെ അരക്കേണ്ടത്. ഇത് കറിവേപ്പില എല്ലാം അതിന് ഇച്ചിരി കൂടുതൽ അരയ്ക്കുന്നു. ഇച്ചിരി മഞ്ഞൾപ്പൊടിയോടെ ഇട്ട് അമ്മ ഇത് അരച്ചെടുക്കാൻ പോകണല്ലേ? നമുക്ക് എടാ, അമ്മയമ്മ ആദ്യമായിട്ട് കാണിച്ചു തന്നപ്പോഴും അമ്മ ഇത് പഠിച്ചോ? അങ്ങനെ പെട്ടെന്നൊക്കെ പഠിക്കും. ആദ്യമൊന്നും നമ്മളെ കൊണ്ട് ജയിക്കുകയല്ലോ. അപ്പൊ ആ സത്യം മമ്മി അംഗീകരിച്ചു കഴിഞ്ഞു അല്ലേ? പറഞ്ഞത് നമ്മളുണ്ടാക്കിയ ആദ്യമൊക്കെ ഉണ്ടാക്കിയ ഫ്ലോപ്പ് ആയി പോവില്ലേ? അതെ, ഇത് ഇവിടെ അതുകൊണ്ടാണ് മമ്മി എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കാത്തത്. ഞാൻ ചെയ്ത് കുളമാക്കണ്ട, എല്ലാവർക്കും തിന്നാനുള്ളതല്ലേ അല്ലേ? ഉപ്പും കൂടെ കൂട്ടിയായിരിക്കണം. ഉപ്പും എടുത്തേ. ഇതാണ് മമ്മിയുടെ കുട്ടി ഉപ്പ് ഭരണി കേട്ടോ. എന്ത് ക്യൂട്ടാ നോക്കി. അയ്യോ, മമ്മിയെ പോലെ തന്നെയുണ്ട്. എൻ്റെ ഒരു കാപ്പിപ്പൊടിയുടെ ഉപ്പ് ഭരണിന്ന് കാപ്പിപ്പൊടിയുടെ ഭരണി പൊട്ടിപ്പോയെന്ന് എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. രാവിലെ എണീറ്റത് അതാണ് പൊട്ടിയത് അല്ലേ? നമ്മുടെ ഒരു ദിവസത്തെ മൂടേ പോയി പാത്രം പൊട്ടി. സത്യം. കാപ്പിപ്പൊടി നല്ല ഗ്ലാസ് ഭരണിയായിരുന്നു, നല്ല ഭംഗിയുള്ള. മമ്മി പുതുതായിട്ട് ആമസോണിൽ നിന്ന് കുറെ പാത്രമൊക്കെ ഓർഡർ ചെയ്തിട്ടില്ലേ മമ്മി? എന്ന് വരും അതൊക്കെ വരും ഈ അടുത്ത ദിവസങ്ങളിൽ. അതെ, എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ. മമ്മിയുടെ പാത്രത്തിന്റെ വീഡിയോ മാത്രം പോരാ, അതിന്റെ ലിങ്കും കൂടെ വേണമെന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പൊ ഇനി വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ലിങ്കും കൂടെ ഇടാം അല്ലേ? മമ്മി ഒരുപാട് റിസർച്ച് എടുത്താട്ടോ ഒരു പാത്രം ഒരുപാട് ഒരു ആഴ്ചകൾ മാസങ്ങളൊക്കെ ഇരുന്ന് നോക്കിയിട്ടാണ് എത്ര യൂസ്ഫുൾ ആണെന്നൊക്കെ നോക്കിയിട്ടാണ് മമ്മി അത് വാങ്ങുന്നത്. അപ്പൊ എന്താണെങ്കിലും അത് ഫ്ലോപ്പ് ആയിരിക്കില്ല. മമ്മി വലിയ ഇഞ്ചക്കാട്ട് സ്പൂണൊക്കെ ആയിട്ട് ഇതൊക്കെ ഒന്ന് എടുക്കട്ടെ, ഒന്ന് ഉപയോഗിക്കട്ടെ. എന്റെ പൊന്നെ, ഇതെന്തിനാ ഇനി? ഇതിനകത്തൊന്ന് ഇളക്കാനൊക്കെ. ഇതിട്ട് ഇളക്കോ? ഇച്ചിരി നീളമുള്ള സ്പൂണൊക്കെ. എന്റെ പൊന്നെ, വേറെ സ്പൂണിലായിരുന്നു സ്ട്രോ ഉള്ളത്. അതുണ്ട്, സ്ട്രോ ഉള്ളൊരു സ്പൂൺ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഭയങ്കര റെയർ പീസ് ആയിരുന്നു. എവിടെ പോയത്? അത് അപ്പുറമല്ലേ വെച്ചേക്കണേ? അയ്യോ, അത് എടുത്തോണ്ട് പോയോ? അപ്പുറം കൊണ്ട് വെച്ചേക്കല്ലേ? ഇത് എന്തൊക്കെ സാധനങ്ങളാണ്! ഇതിപ്പം അത്യാവശ്യം ഫിൽട്ടർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ സ്പൂണുകളല്ല. ഇതൊന്നും അല്ല ഇവിടുത്തെ സ്പൂണിന്റെ കണക്കെന്ന് പറയും. ഈ ഡ്രോയ്ക്കകത്ത് കയറില്ലാത്തോണ്ട് ഞാൻ തന്നെയല്ലേ കുറെ മാറ്റി വെച്ചേ. അപ്പുറം കൊണ്ട് വെച്ചേക്കല്ലേ? അതെ. ഇത് വേണോ ശരിക്കും പറഞ്ഞാൽ? അത് വേണം. അപ്പൊ നമ്മുടെ പുളിയില അരച്ചു കഴിഞ്ഞു. ഇനി നമ്മളിതേ ഈ ഫിഷിനകത്തേക്ക് ഇത് ആഡ് ചെയ്യാൻ പോവാണ്. ഇത് ഫുള്ള് വേണമെന്നാണ് മമ്മി പറയുന്നത്. എനിക്ക് തന്നിട്ട് കൂടുതലായിട്ടാണ് കേട്ടോ. ഫുള്ള് വേണം അല്ലേ? കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്, നല്ല പച്ച കളറില്. ശരിക്കും പറഞ്ഞാൽ ഇത് കഴിക്കുന്നത് നല്ലതല്ലേ? നമുക്ക് ആ ഇലയുടെ ഗുണങ്ങളെല്ലാം കിട്ടും അല്ലേ? ഇലക്കറി ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ കഴിക്കത്തില്ലേ? നല്ല ഐഡിയ. ഇനി നല്ലോണം മിക്സ് ചെയ്യണം അല്ലേ മീ? ഇത് കുറച്ച് കൂടുതൽ ഇലയല്ലേ?
എനിക്ക് തോന്നുവാണോ? ഇല്ല അത്രയും വേണം. അപ്പൊ ഇത്രയും മിക്സ് ചെയ്തുണ്ടാക്കി കഴിഞ്ഞാൽ എത്ര അടക്കി കിട്ടും? 2 എണ്ണത്തിന് കാണോ? അത് ഇച്ചിരി കട്ടിയിലല്ലേ ചുടുന്നേ, അനുസരിച്ച് അത്രയും മീനിന് പുളി ഉണ്ടാകണമല്ലോ, പുളി കിട്ടണമല്ലോ. ഇപ്പൊ ഇത് ഉപ്പൊക്കെ പാകത്തിനാണോ ടേസ്റ്റ് നോക്കാം. ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കിക്കോ. നല്ല ഉപ്പുണ്ട് കേട്ടോ. ഉപ്പുണ്ടോ? ഒരുപാടില്ല, ആവശ്യത്തിനുണ്ട്. ഇത് കുറെ നേരം വെക്കണോ? ഇനി മിക്സ് ചെയ്തൊരു 10-15 മിനിറ്റ് നേരം വെക്കണം. 10 മിനിറ്റ് അടച്ചു വെക്കണം അല്ലേ? നന്നായിട്ട് മിക്സ് ചെയ്തു, എന്നിട്ടൊന്ന് തട്ടിപ്പൊത്തി നന്നായിട്ട് മിക്സ് ചെയ്യാം. യെസ്, അട ഞാൻ ചൂടാട്ടോ. പണ്ടൊക്കെ നമ്മൾ മണ്ടപ്പം ചൂടുന്നതിൽ എക്സ്പേർട്ട് ആയിരുന്നു. ചട്ടിയല്ലേ എല്ലാം കൂടെ വടിച്ച് തൂത്തങ്ങോട്ട് വെക്കുക. നടുക്ക് വെക്കുക, നടുക്കേക്ക് കൊണ്ട് പൊത്തി വെക്കുക. പൊത്തി വെക്കണം, എന്നാലേ ഇതാവുള്ളൂ. വലിയൊരു ഇഞ്ചക്കാട്ട പാത്രം വെച്ച് നമ്മൾ അടച്ചു വെക്കുകയാണ്. അവിടെ ഇരിക്കട്ടെ. സ്ട്രോ ആയിട്ട് യൂസ് ചെയ്യാവുന്ന സ്പൂണ് അത് ഇതാണ് കേട്ടോ. ഇതിങ്ങനെ കോരി കഴിക്കുകയും ചെയ്യാം, അറ്റ് എ ടൈം സ്ട്രോ ആയിട്ട് നമുക്ക് ചായയൊക്കെ വലിച്ചു കുടിക്കുകയും ചെയ്യാം കേട്ടോ. ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇതൊക്കെ എങ്ങനെ ഒപ്പിക്കുന്നു മമ്മി? അതൊക്കെ മമ്മി കണ്ടുപിടിക്കും. ഭയങ്കരം തന്നെ. നമ്മുടെ മീൻ പുളിയില അട ഉണ്ടാക്കാനായിട്ട് നമ്മൾ വാഴയില വെട്ടാൻ പോവാണ്. 1 കിലോമീറ്റർ നടന്നു വാഴയില വെട്ടാനായിട്ട് അല്ലേ മമ്മി? അങ്ങനെ വളരെ നാളുകൾക്ക് ശേഷം മമ്മി പറമ്പ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങി അല്ലേ അടുക്കളയിൽ നിന്ന്? എന്തോരം പുല്ലാന്ന് നോക്കിയാലേ. ഒരു നല്ല രസമുണ്ട് കേട്ടോ. ഡാഡിയുടെ കൃഷിയും തോട്ടങ്ങളെല്ലാം കാണാൻ അടിപൊളിയാണ്. ഒരേ ആടിനെ മേടിച്ചാലോ? ഇതേ നമുക്ക് വെച്ച് ചക്ക ഉണ്ടായി കിടക്കണേ. മമ്മി പണ്ട് ഒരു പിങ്കിയെ മേടിച്ചിട്ട് മമ്മി കൊടുത്തല്ലേ? ഓ എന്നാ പറയാനാ, അതന്നേരം വടക്കേ ഇന്ത്യക്ക് പോകാൻ വേണ്ടി കൊടുത്തല്ലേ. ഇത് നോക്കിയാ വെച്ചാൽ ചക്ക ഉണ്ടായി കിടക്കണം. നോക്ക് എവിടെ 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 ഇത് നോക്കുന്നുണ്ടോ? വാവ്. അപ്പോൾ നമ്മുടെ തോട്ടത്തിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയം ചക്ക ഇവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കുറേ പ്ലാവുകളുണ്ട്, എല്ലാ സീസണിലും ചക്ക അല്ലേ മമ്മി? അങ്ങനത്തെ പ്ലാവ, ബഡ് പ്ലാവ് മേടിച്ച് വെച്ചേക്കണതാ. ഒരു കുറ്റിയുണ്ട് കേട്ടോ. 2 ഇല പോരെ? 2 എണ്ണം മതി, 2 എണ്ണം. 2 വലിയ ഇല. ചാടി ഒരൊറ്റ വെട്ട്. ഇതൊന്ന് മമ്മിക്ക് ഇത്രയും ചുറിയുറുക്ക് വരാൻ മമ്മി എന്താ മമ്മി ഇന്ന് കഴിച്ചേ? ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ കളിയാക്കും. ഇല്ല കളിയാക്കില്ല, സത്യമായിട്ടും കളിയാക്കി. സത്യമായിട്ട് ഞാൻ എങ്ങനെ എന്നും ഇങ്ങനെ കഴിക്കണമല്ലോ. ഇന്ന് ചെറിയ ഓവർ ഡോസായി പോയി വെച്ചേ. അതെന്നാ മമ്മി കഴിച്ചേ? എനിക്ക് തരാതെ മമ്മി എന്നാ കഴിച്ചേ? എനിക്ക് തന്നെ ഓർക്കുമ്പോൾ ഞാൻ എന്നെ കാണിച്ചു കൂട്ടിയെന്ന് ഓർക്കാതെ. ഞാൻ കാലത്തെ ഏറ്റപ്പം ജീരകവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കുടിച്ചു 1. അത് കഴിഞ്ഞൊരു കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ മേശപ്പുറത്തൊരു പാളയംകുടമ്പഴം ഒറ്റയ്ക്കിരിക്കുന്നു. ഞാൻ അതിനെ അകത്താക്കി. അത് കഴിഞ്ഞപ്പം ഡാഡി ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ആ കൂടെ ഞാനും ഒരു ഗ്ലാസ് ചായ കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആണ് മുട്ട പുഴുങ്ങിയതിരിക്കുന്ന കണ്ടപ്പോൾ ഒരു മുട്ട കഴിച്ചു. ഒന്നേ കഴിച്ചോളൂ? ഒരെണ്ണേ കഴിച്ചോളൂ കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഒന്ന് ഉപ്പുമാവും ഏത്തപ്പഴവും പുഴുങ്ങിയതും കൂടെ ആയിരുന്നു. കുറച്ച് ഉപ്പുമാവും ഒരു ഏത്തപ്പഴം പുഴുങ്ങിയതും കൂടെ കഴിച്ചു. അതും കൂടെ കഴിഞ്ഞ് പിന്നെ നിങ്ങളുടെ അടുത്ത് ഞാൻ വർത്താനം പറഞ്ഞോണ്ടിരുന്നില്ലേ, അന്നേരം ആ മേശയില് മുട്ടയുടെ ഉണ്ണി പകുതി അതും കഴിച്ചു. ഉണ്ണി മൊത്തം കഴിച്ചു. ഇല്ല, പകുതി കഴിച്ചുള്ളൂ, പകുതി. പിന്നെ മറ്റേ വിൻസനങ്ങൾ പഴം കൊണ്ട് തന്നില്ലേ, അന്നേരം അത് കൂട്ട് ഒരു പഴം കൂടെ തിന്നു. സമയം എന്നായി ഇപ്പം? സമയം എത്രയാന്ന് നോക്കിയപ്പോ 11:30യോ 11 മണിയും കണ്ടായതേ ഉള്ളൂ. അന്നേരത്തേന് ഇത്രയും സാധനങ്ങൾ അകത്താക്കിയൊന്ന് പൊക്കെ. വെറുതെ ആണോ മമ്മിക്ക് ഇത്ര എനർജി വരുന്നത്? പൊന്നെ കൊച്ചേ, ആ തീറ്റ കൂടുതലാ, അങ്ങനെ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത. സാരല്ല മമ്മി, വേവാ. വണ്ടി വരുന്നുണ്ടോന്ന് നോക്കണ്ടേ? എന്തെന്ന് ചോദിച്ചേ? ഇന്ന് പുളിയല്ല ചൂടുവാണ് അയലോക്കംകാര്. അത്രയും നില വെച്ചിട്ട് ഇത്രയും മതി മമ്മി? വേണം. ഇതേ ആദ്യം ഇങ്ങനെ അങ്ങ് വെക്കാം. എത്ര എണ്ണം വെക്കാനുണ്ടെന്ന് ഞാൻ നോക്കട്ടെ ആദ്യമേ. 2 നോൺ സ്റ്റിക്ക് എടുക്കൂ? 2 എണ്ണത്തില്ല, 2 എണ്ണം ഉണ്ടാക്കാം. പിന്നെ ഒരേ സമയം 2 എണ്ണം ആവൂല്ലേ? നല്ല ഐഡിയ. നമുക്ക് പരത്തി തുടങ്ങാം. ഇതിങ്ങനെ എടുക്കുന്നു. ചതുരത്തിൽ വേണോ വട്ടത്തിൽ പരത്തണോ? വട്ടത്തില്. ഇതൊക്കെ ആരാ അമ്മി കണ്ടുപിടിച്ചേ? പ്രാകൃതമായ ഫുഡാല്ലേ, വളരെ പ്രാകൃതമായ ഫുഡാണ് ഇത്. വളരെ എന്നാ പറയണേ, പക്ഷെ വൈറ്റമിൻ എ തൊട്ട് Z വരെ ഉണ്ടല്ലേ അമ്മി? വിറ്റാമിൻ ഇറു തമാശ പറയണ വിറ്റാമിൻ ഇറു ഉണ്ട് ഇതിനകത്ത്. ഇത് 2 കൂടെ തീർക്കണം. അയ്യോ അത് പോരെ, ഇത് മുഴുവൻ അങ്ങ് തീർക്കിനി. ഒന്നുകൂടെ ചൂടാൻ എനിക്കങ്ങ് പറ്റില്ല.
കട്ടിയിലങ്ങ് കൊടുക്കും വെച്ചേ. നല്ല കനത്തില് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി ഒന്നും കൂടെ ചൂടാൻ പറ്റിയല്ലേ. ഇതൊക്കെ ഒരു രസമല്ലേ നീ മൊത്തം ഇങ്ങോട്ട് ഇട്ടോ. ഇത് കുഞ്ഞല്ലേ വന്നേ. വേറെ എടുക്കും മമ്മി ആകാനോ? അയ്യോ ആകാൻ കുറേ സമയമൊക്കെ എടുക്കും. അതല്ലേ പോസ്റ്റല്ലേ ഗ്യാസ് മുഴുവൻ തീരുമെന്ന് ഞാൻ പറയും. ഇതൊക്കെ വല്ല അടുപ്പിൽ തീ കത്തിച്ചൊക്കെ ചെയ്യേണ്ട പണികളാണ്. ശരിക്കും അടുപ്പിലിട്ട് ചൂടുന്നതായിരിക്കും ടേസ്റ്റ്. പുകയൊക്കെ അടിച്ച്. പുകയൊന്നും അടിക്കണ്ട. ഇതൊക്കെ എന്ത് വരണം എങ്കിലും ഇത്രയും വെക്കാൻ പറ്റുമോ? ഇടട്ടെ ഇടട്ടെ. എന്റെ കൈ അമ്മീ ബെഹല് പിടിക്കില്ല കേട്ടോ. ചെറുത് അതേലും വെച്ചോ. ചെറുതാ. ഇത് കത്തിച്ചോ? എന്താവും എന്തോ ഇതൊക്കെ കയറി പോ. യെസ് ആയി കഴിയുമ്പോൾ തീ കുറച്ച് വെക്കണം. ഇത് ഇനി കമത്തിടണ്ടേ? ഞാൻ വേറെ ഇല എടുത്തിട്ട് അതിലേക്ക് വെക്കും. കമത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ കമത്തണേന്ന്. നമ്മുടെ അടയിൽ നിന്ന് ഇങ്ങനെ ഷർപ്പിറന്നൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. അത് റെഡി ആവുന്ന സമയം കൊണ്ട് നമ്മളിതേ ഒരു വഴുതനങ്ങ തോരനുള്ള പരിപാടി നോക്കണം. മമ്മി മാറിക്കോ. മമ്മിയെ ഞാൻ ഒന്ന് സഹായിക്കാൻ പോവാ. മാറിക്കോ. മാറങ്ങോട്ട് ഇങ്ങോട്ട് താ ഇങ്ങോട്ട്. കണ്ട എല്ലാം കയറി ചെയ്യും കേട്ടോ. എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കില്ല. കണ്ടോ ചെയ്തിങ്ങനെ ആദ്യത്തെ ഇലയിൽ പയ്യൊന്ന് പൊക്കി നോക്കണം. കണ്ട അടിയിലത്തെ ഇല കരിഞ്ഞു തുടങ്ങി. അപ്പോൾ ഈ ഇല ഇങ്ങനെ കരിഞ്ഞ പയ്യ ഇതിലേക്ക് ഒരുമാതിരി കരിച്ചിൽ പോലെ കരിയണ്ട, ഒരുമാതിരി ഒരു വാടി വരുമ്പോഴത്തേക്ക് നമ്മളിത് അടുത്ത ഇലയിലേക്ക് മറിച്ചിടും. അതല്ലേ അതാണ് അതിൻ്റെ പാകം. അതതിൻ്റെ പാകം. തീ കുറച്ച് വയ്ക്കണം. ഇടാം സിമ്മെന്ന് ശകലോടെ കൂട്ടിയിടാം. നമ്മൾ നോക്കി നിന്നാൽ മതി അല്ലേ. വൺ സൈഡ് ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ മറിച്ചിടാൻ പോവാണ്. മറിച്ചിടുന്നത് എങ്ങനെയാമി? വാവ് അടിപൊളി. ഇച്ചിടെ കഴിഞ്ഞിട്ട് മറിച്ചാൽ മതിയേ. എന്നിട്ട് നമ്മൾ ആദ്യം വെച്ച ആ ഒരു ഇല ലെയർ ഇങ്ങനെ പൊളിച്ചെടുക്കും അല്ലേ? ഇതാണല്ലേ കറക്റ്റ് പാകം. ഇതേലെ അങ്ങ് തൂത്തിടാം ഇങ്ങോട്ട്. ശരിക്കും ഇല ഇങ്ങനെ വിട്ട് പോരുന്ന ഒരു പാകമാണല്ലേ. ഒരു സൈഡ് വെന്തു നമുക്കറിയാൻ പറ്റും. വെന്തെങ്കിൽ ഇച്ചിടെ ഉണങ്ങാനുണ്ട്. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്തെടുക്കാവുന്നല്ലേ ഉള്ളൂ. നന്നായിട്ട് ഉണക്കിയെടുക്കും നമ്മൾ. ഇനി ഇത് ഇത്രയും തന്നെ സമയം എടുക്കുമോ? പിന്നില്ലേ നല്ല ടൈം ടേക്കിംഗ് പ്രോസസ് ആണ്. പക്ഷെ ഇത് കുറെ ദിവസത്തേക്ക് ഇരുന്നോളും കറി. നല്ല രുചിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഹാഫ് കുക്ക്ഡ് ആണല്ലോ എന്ന് തോന്നുന്നു. എനിക്ക് കുറച്ച് ഹാഫ് കുക്ക്ഡ് ഫുഡിനോടാണ് താല്പര്യം. ഇതിങ്ങനെ തോണ്ടി തിന്നാൻ തന്നെ നല്ല ടേസ്റ്റ് ആണല്ലോ മീ. സൂപ്പറാ. നേരത്തെ ഇമാതിരി ഐറ്റംസിനോടൊന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഇതിന്റെ ഫാനാവാണ്. പണി കൂടുതലായതുകൊണ്ടാ. പണി കൂടുതലായിട്ടല്ല, എനിക്ക് എന്തോ ഇങ്ങനെ ഒന്നും ഇഷ്ടമില്ലായിരുന്നു. കൈ കൊള്ളുന്നെങ്കിൽ ഇതേ ഇലയിന്ന് മമ്മി പെറുക്കി തിന്നുന്നു. ഈ ഇലയിൽ ഇങ്ങനെ തൂത്ത് തന്നെ നല്ല ടേസ്റ്റ് അല്ലേ? നല്ല ടേസ്റ്റ് ആട്ടോ. മൺസിക്കിന്റെ പാത്രം പോയി. അപ്പനോട് ഇനി അപ്പം ചൂടാൻ വേറെ മേടിച്ചു തരാൻ പറയണം. ചുമ്മാ എനിക്ക് അപ്പന്റെ നിർബന്ധം കാരണ പുളിയില ഉണ്ടാക്കുന്നത് അല്ലേ? ഈ ശരിക്കും പറഞ്ഞാൽ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിൽ അപ്പം ഒന്നും ഉണ്ടാക്കാൻ കൊള്ളില്ല. പോയ പാത്രം ഇല്ലെന്നേ, പോയ ചട്ടിയില്ലേ നോൺ സ്റ്റിക്കിന്റെ ഒക്കെ പോയ ചട്ടിക്കകത്താ ഇങ്ങനെ ഇല വെച്ച് ഉണ്ടാക്കണം. ഇതും എനിക്ക് അങ്ങനത്തെ പാത്രം ഇല്ല. അതുകൊണ്ട് ഞാൻ നല്ലത് ചപ്പാത്തി ഇടുന്നതും അതല്ല അപ്പം ചുടുന്നതും ചപ്പാത്തി ഇടുന്നതുമായ ഇതേ ഉള്ളൂ. ഇതിലാണ് എന്നിട്ട് പുളിയില ഇടണം. അത് പോകും ഉറപ്പാ. ഇതിങ്ങനെ ഇല മാറ്റിക്കൊടുത്തേ തിരിച്ചും മറിച്ച് വിട്ട് ഇങ്ങനെ ഉണക്കിക്കൊണ്ടിരിക്കണം. ഇപ്പൊ കണ്ട ആദ്യത്തേലൊക്കെ വെള്ളം എല്ലാം മാറിയില്ലേ? ശരിയാ ശരിയാ. കണ്ടോ? നല്ല ടൈം എടുക്കുമല്ലോ ഇത്. ഇച്ചിരി ടൈം എടുക്കും. അടുപ്പയിലൊക്കെ ഉണ്ടാക്കും എളുപ്പം. അല്ലെങ്കിൽ ഗ്യാസ് ഒക്കെ ഒത്തിരി തീരും. ഇതിങ്ങനെ ഇരിക്കുന്നതോറും ഇങ്ങനെ ഉണങ്ങി വരും. പിന്നെ ഉണ്ടല്ലോ ഇത് കുറേ ദിവസത്തേക്ക് ഇരുന്നോളൂ. ഇത് കുറെ ദിവസം ഒരാഴ്ചയൊക്കെ ഇരിക്കും അല്ലേ? പിന്നില്ലേ ഇതിപ്പോ രണ്ടട അതിൽ ഒരെണ്ണം എടുത്ത് തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കും. എന്നിട്ട് ഒരെണ്ണം മാത്രം ഇങ്ങനെ ഒരു കൊല്ലം ഇരിക്കും അല്ലേ? ഒരു കൊല്ലമൊന്നുമില്ല. അതെന്നാ കണക്കാ? ചുമ്മാ ഒരാഴ്ചയൊക്കെ നമുക്ക് വെക്കാം. അങ്ങനെ ഒരാഴ്ചയൊക്കെ ആണെങ്കിലും ഇതിനെ ഇടയ്ക്കൊന്ന് ചൂടാക്കിയാൽ മതി. ഇവിടെ എന്തുണ്ടാക്കിയാലും മമ്മി അത് ആന്റിക്ക് കൊടുക്കും, ആന്റി ഉണ്ടാക്കിയത് മമ്മിക്ക് തരും. ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ അല്ലേ? എക്സ്ചേഞ്ചിങ് ആണ്. അങ്ങനെയൊക്കെ വേണ്ടേ? നമ്മുടെ പുളിയില ചുട്ടത് റെഡി ആയിട്ടുണ്ട്. കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ശരിക്കും പറഞ്ഞാൽ? അതല്ല ഔഷധ ഗുണമല്ലേ? പുളിങ്കുരുവിനൊക്കെ നല്ല വിറ്റാമിൻ ഉള്ളതാണ് കുട്ടി. ഇറുണ്ടല്ലേ? അപ്പൊ എന്താണേലും എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വർഷം കഴിച്ചുകൊണ്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. കുറെ ദിവസത്തേക്ക് ഇരുന്നോളൂ. സൂപ്പറാണ്.
എല്ലാവരും ട്രൈ നോക്കേണ്ട ഒരു അടിപൊളി ഡിഷാണ് അല്ലേ അമ്മമാരൊക്കെ കള്ളിന്റെ കൂടെ കൂട്ടുന്നതാ. ഇവിടുത്തെ ഡാഡിയുടെ ചാച്ചനൊക്കെ ഇത് കൂട്ടൊരു കഷ്ണമൊക്കെ ആയിട്ട് ഷാപ്പിൽ പോയി കള്ളും ഇതും കൂടെ കഴിക്കുമായിരുന്നു. സൂപ്പറാ. അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം. ബൈ ബൈ. ഇന്നത്തെ ഉച്ചക്കത്തെ ഊണിന് മോര്, മീൻ വറുത്തത്, നമ്മുടെ പുളിയില അട, പിന്നെ വഴുതനങ്ങാത്തോരൻ അല്ലേ മീ? ചോറുണ്ടാലോ? ചോറുണ്ടാ കൊതിയാവുന്നു അല്ലേ? ചോറുണ്ടാക്കാം. ഞാനൊരു ശകലം ഇഞ്ചിയും കൂടെ ഇതിനകത്ത് തിരിച്ചിരട്ടെ. ഇഞ്ചി, ഉള്ളിയും, മുളകും, ഓക്കെ, കരുവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ.